നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. കരതേടുന്ന സഹകരണം. കേരളത്തിലെ സഹകരണ നിക്ഷേപങ്ങൾ സംബന്ധിച്ച് വിവാദം കനക്കുന്നതിനിടെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ചൊവ്വാഴ്ച മുതൽ നബാർഡ് പരിശോധന. നടപടി സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നു എന്ന ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ. നോട്ട് അസാധുവാക്കലിന് ശേഷം എത്തിയ വലിയ നോട്ടുകളുടെ വിവരം നബാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താൻ ബാങ്കുകൾക്ക് നിർദ്ദേശം. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം ഏതു വിധത്തിലുള്ളതെന്നതിലും പരിശോധന. സഹകരണ ബാങ്കുകൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയ നബാർഡ് റിപ്പോർട്ടിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണ ഉത്തരവ്. അതേസമയം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് നേരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ഭീഷണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു കൂട്ടർ അസംബന്ധം പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ജനങ്ങളുടെ അത്താണിയെന്നും മുഖ്യമന്ത്രി. നിലയ്ക്കാത്ത വെടിവെച്ച. തുർക്കി തലസ്ഥാനമായ ഇസ്താംബുളിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 30 പോലീസുകാർ ഉൾപ്പെടെ 38 പേർ മരിച്ചു. 160ഓളം പേർക്ക് പരിക്ക്. ഭീകരാക്രമണം ഇസ്താംബുളിലെ ബെസിക്ടാസ് ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ടിന് സമീപം. സ്റ്റേഡിയത്തിനടുത്ത് ചാവേർ ആക്രമണവും ബോംബ് സ്ഫോടനവും നടത്തിയ അക്രമികൾ പോലീസുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പ്രാദേശിക സമയം പുലർച്ചെ 2:30യോടെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. IS ഭീകരരോ കുർദിസ്ഥാൻ വിമതരോ ആകാം സ്ഫോടനത്തിന് പിന്നിലെന്ന നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് 13 പേരെ അറസ്റ്റ് ചെയ്തതായും ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും തുർക്കി ആഭ്യന്തര വകുപ്പ് മന്ത്രി സുലൈമാൻ സൊയ്ലു. വെള്ളാനയ്ക്ക് വായ്പയില്ല. ശമ്പള പ്രതിസന്ധിയിൽ കുരുങ്ങിയ KSRTCയെ കൈയൊഴിഞ്ഞ ധനവകുപ്പ്. വായ്പയെടുത്ത് മുന്നോട്ടു പോകാൻ ഇനി അനുവദിക്കില്ല. ലാഭവും നഷ്ടവുമില്ലാതെ കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ കർമ്മപദ്ധതി തയ്യാറാക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക്. ശമ്പളം മുടങ്ങുന്നതിനെ തുടർന്ന് ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നതിനിടെ ഡിസംബർ 1 ലഭിക്കേണ്ട ശമ്പളം ചൊവ്വയും ബുധനുമായി നൽകാൻ തീരുമാനം. KSRTC പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്ന കാര്യം നാളത്തെ LDF യോഗം ചർച്ച ചെയ്യും. കുറയുമ്പോൾ കൂടുന്നത്. എണ്ണ വിപണിയിൽ വീണ്ടും വില വർധനവിന് വഴിയൊരുക്കി ഉൽപാദനം വെട്ടിച്ചുരുക്കാൻ OPEC ഇതര രാഷ്ട്രങ്ങളുടെയും തീരുമാനം. 5.62 ലക്ഷം ബാരലിന്റെ കുറവ് കൂടി സംഭവിക്കുന്നതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരും. ക്രൂഡ് വില ബാരലിന് $58 ഇന്ത്യയിൽ പെട്രോൾ ലിറ്ററിന് 10 രൂപ വരെ കൂടുമെന്ന നിഗമനം. ഇന്ധനവിലയുടെ മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ OPEC രാഷ്ട്രങ്ങൾ കടുത്ത തീരുമാനത്തിന് മുതിർന്നത് 10 ദിവസം മുമ്പ്. അന്നത്തെ തീരുമാനമനുസരിച്ച് പ്രതിദിന എണ്ണ ഉൽപാദനത്തിൽ വരുത്തിയ കുറവ് 12 ലക്ഷം ബാരൽ. ഇന്നലെ മറ്റു രാജ്യങ്ങൾ വരുത്തിയ കുറവ് കൂടി പരിഗണിക്കുമ്പോൾ ആകെ ഇടിവ് പ്രതിദിനം 18 ലക്ഷം ബാരലോളം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.